ആത്മീയ ആരാധന നടക്കുന്ന ആലയത്തിൽ മത്സരം. കഴിഞ്ഞ 1-ാം തീയതി ഞങ്ങൾ ടാലൻ്റ് ടെസ്റ്റ് ആയിരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞു, അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചേ. പിടിച്ചു. നമ്മൾ ശത്രുക്കളല്ലെന്നൊരു 3 പ്രാവശ്യം പറയാൻ പറഞ്ഞു. കാരണം ഇത് കഴിയുമ്പോഴത്തേന് ഇത് പൊരിഞ്ഞ അടിയാവും. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. മത്തായി 16:24 അകത്ത് കയറിയാൽ മത്സരിക്കാൻ പറ്റുമോ? ടാലൻറ്റ് പ്രസൻറ്റേഷൻ നല്ലതാണ്. ടാലൻറ്റ് കോമ്പറ്റീഷൻ വേണമെന്ന് ആലോചിക്കുക. പ്രായമുള്ളവർ ആലോചിക്കുക. അപ്പം കൺവീനറുടെ ബന്ധത്തിലുള്ള ആളാണ് ജഡ്ജി. എന്ത് ചെയ്യും? ഒരു ബന്ധവും ഇല്ലാത്തവരെ എവിടെ നിന്ന് കൊണ്ടുവരാനാ? അല്ലെ ചിമ്പാൻസിയെ വല്ലതും കൊണ്ടുവരേണ്ടി വരും. മത്തായി സുവിശേഷം 16:14. മത്തായി സുവിശേഷം 16:14. 16:24. 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ നിന്നാണ് ഈ തീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാക്യത്തിൽ 3 കാര്യമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. 1, തന്നെത്താൻ ത്യജിക്കുക, അതാണ് ഡിനൈ യുവർ സെൽഫ്. 2, ക്രൂശ് എടുക്കുക, തൻ്റെ ക്രൂശ്, യേശുവിൻ്റെ അല്ല, നമ്മുടെ. ടേക്ക് അപ്പ് യുവർ ക്രോസ്. 3, എന്നെ അനുഗമിക്കട്ടെ, ഫോളോ ജീസസ്. ഈ 1ഉം 2ഉം കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്നാമത്തേത് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നും 2ഉം കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്നാമത്തേത് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേതാണ് പ്രധാനം. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക, ഫോളോ ജീസസ്. അത് ഈസിയായ കാര്യമല്ല. യേശുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ കല്യാണം കഴിച്ച സമയത്ത് 40 കൊല്ലം മുമ്പ് കാറും ഇല്ല, മോട്ടോർ സൈക്കിളും ഇല്ല, സൈക്കിളുണ്ട്. അപ്പോൾ വൈഫിനെ സൈക്കിളിൻ്റെ പുറകിലിരുത്തിക്കൊണ്ടാണ് ഞാൻ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോണത്. അപ്പോൾ അത് കാണാൻ ആളുകൾക്ക് നല്ല രസമായിരുന്നു. വഴിയിലൊക്കെ നിന്ന് ആളുകൾ ചിരിക്കുമായിരുന്നു. പക്ഷേ അതുപോലെ ഇല്ലാത്ത ആളുകളുള്ളതുകൊണ്ട് എനിക്ക് ആ ചിരിയൊന്നും ഒരു വിഷയമല്ലായിരുന്നു. എന്നാൽ ദൂരെ പോകുമ്പം സൈക്കിളെ പോകാൻ ഒക്കുകയല്ലോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ബന്ധുവീടുകളിൽ ഒക്കെ ഒന്ന് പോവുക. അത് കോട്ടയത്താണ്. പെരുമ്പാവൂരിൽ നിന്ന് ഫാസ്റ്റ് പാസഞ്ചറെ കയറി കോട്ടയത്ത് ഇറങ്ങിയിട്ട് കോട്ടയത്ത് നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി വടവാതൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് വീട്ടിലോട്ട് പോവുക. പല വീടുകളുണ്ട് ഞങ്ങളുടെ. അപ്പോൾ എൻ്റെ ബാഗും കൂടെ പുള്ളിക്കാരത്തിലേക്ക് കൊടുത്തു. പുള്ളിക്കാരത്തിക്കും ബാഗുണ്ടല്ലോ. ഇത് രണ്ടും പിടിച്ച് എൻ്റെ പുറകെ നടക്കുക. ഞാൻ അന്നും പാസ്റ്ററാണ്. ഇപ്പോൾ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഗമയൊക്കെ ഉണ്ടല്ലോ. അത് അറിവില്ലായ്മ കൊണ്ടാണ്.
അതുകൊണ്ട് ഞാൻ ഈ ബാഗ് രണ്ടും പുള്ളിക്കാരത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ വലിയ മാനേജറെ പോലെ ഭയങ്കര സ്പീഡിൽ നടന്നു. അങ്ങനെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് ആദ്യം ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞുമാനച്ചായൻ എന്നാണ്. അദ്ദേഹം സ്വീഡനിലായിരുന്നു. അദ്ദേഹം അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ തന്നെ ആദ്യം കാണാമെന്ന് ഓർത്ത് കയറി ചെന്നു. ബെല്ലടിച്ച ഉടനെ പുള്ളി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എവിടെയാടാ നിൻ്റെ ഭാര്യ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ നടന്നു വരുന്നുണ്ട്. പുള്ളി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരത്തിൽ 2 ബാഗ് പിടിച്ച് ഒത്തിരി ദൂരെ നിന്ന് ഇങ്ങനെ വരിക. പുള്ളി എന്നോട് ചോദിച്ചു, നീ ഒരു മനുഷ്യനാണോടാ? നിന്നെയൊക്കെ ആരാ പാസ്റ്ററാക്കി? പുള്ളി ആക്കോക്കാരനാണ്. അടി കിട്ടിയാൽ ഇതിനേക്കാൾ നല്ലതാണ്. കാരണം കല്യാണം കഴിച്ച ഗമയെ നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. പുള്ളിക്കാരത്തി കേട്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ പേടി. പുള്ളിക്കാരത്തി അകലേന്നേ കേട്ടു. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എന്നോട്. അത് പാവമായതുകൊണ്ട് ബാഗ് രണ്ടും മേടിച്ച് പിടിച്ചു. അന്നത്തെ കാലമല്ലേ, ഇന്നാണെ പിടിക്കുമോ? എന്നിട്ട് ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ? വേഗം വാ, ഇതെവിടെ നോക്കി നിൽക്കുക. ഞാൻ എന്തിനാ ഉദാഹരണം പറഞ്ഞേ? ഒരാളെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രസംഗിക്കാനാണോ ഏറ്റുപറയാനാണോ ബുദ്ധിമുട്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ പ്രസംഗിക്കാനാണോ ബുദ്ധിമുട്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. പ്രസംഗിക്കുന്ന ആൾക്ക് അയാളുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ പോരി, ഫ്രീഡം ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാളോ ഇങ്ങേരുടെ വായിലോട്ട് നോക്കി നിൽക്കണം. അത് ഈ മൈക്കിൻ്റെ എക്കോയും കൂടി അടിച്ചു കഴിയുമ്പോൾ പാവം വെള്ളം കുടിക്കുക. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. കാരണം ഈ പറയുന്നത് ക്ലിയറായിട്ട് അദ്ദേഹത്തിന് കേൾക്കണം, കേട്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഉടനെ പറയണം. അത് ചില പ്രസംഗികരതിനിട്ട് ദേഷ്യപ്പെടും, വൈകിയ. അപ്പോൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് ഒരു MCA കാരിയെ കല്യാണം കഴിപ്പിച്ചു. ഓക്കെ, രണ്ടും സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിലെയാണ്. 1-2 മാസമൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി വീട്ടിൽ വന്ന് അവളാകെ ഒരു മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എന്നാ പറ്റിയേ? ഓ, മണ്ടത്തരം പറ്റിയെന്നാ തോന്നുന്നത് ഞങ്ങളെന്ന് പറഞ്ഞു. ഏത് ഈ കല്യാണം? ഞാൻ ചിന്ത പറ്റി. പുള്ളിയുടെ ലെവലിനൊത്തവണ്ണം ഞാൻ ഉയരുന്നില്ലെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാ. പുള്ളി സൈക്കോളജി അല്ലേ പഠിച്ചിരിക്കുന്നത്. അത് പറഞ്ഞ് എന്നും എന്നെ ഇൻസൾട്ട് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഉള്ള കഴിവൂടെ പോയി. ഭയങ്കര ബുദ്ധിമുട്ടാങ്കളെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. വീട്ടിൽ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ചർച്ച കഴിഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു. കുറേ നേരം സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് നീ ഇങ്ങനെ പറയണം. സ്പീഡ് കുറവുള്ള ഒരാൾക്ക് സ്പീഡ് കൂട്ടാൻ ഒക്കുകയില്ല. സ്പീഡ് കൂടുതലുള്ള ഒരാൾക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ. പറ്റില്ലേന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇത് ചോദിച്ചപ്പോൾ പുള്ളി ചോദിക്കുക, നീ ആരെയും കണ്ടോ? അപ്പം ഇതിനൊരു ബോധമില്ലെന്നാണ് പുള്ളിക്കാരൻ ഓർത്തെ. ഇപ്പം ബോധം വന്നപ്പോൾ വിഷമായി. അങ്ങനെ അവരിപ്പോൾ ഒരുമിച്ചാണ് നടക്കുന്നത്. കാരണം എന്ത് ചെയ്തു? പുള്ളി എന്ത് ചെയ്തു? കുറച്ചു. ശ്രദ്ധിക്കണം, യേശുവിൻ്റെ ഒപ്പം നടക്കാൻ ലോകത്തിലാർക്കും പറ്റിയില്ല. യേശു അതിനെ കുറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളൊക്കെ ഒരു കയ്യൊന്ന് ഉയർത്തി ഹല്ലേലൂയ ചുമ്മാ പറ. ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിലും പറ. സ്തോത്രം. ഇതുപോലെ കുറച്ച് ആരും ലോകത്തിലില്ല. സ്തോത്രം, 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 സ്തോത്രം.
ഇന്ത്യ സന്യാസിമാരുടെ നാടാണ്. ഒത്തിരി ആദർശങ്ങളുള്ള സന്യാസിമാർ, ഒത്തിരി വിഷനുള്ള സന്യാസിമാർ, തുണി ഉടുക്കാത്ത സന്യാസിമാർ, ഭക്ഷണം കഴിക്കാത്ത സന്യാസിമാർ, പർവ്വതത്തിൽ തന്നെ താമസിക്കുന്ന സന്യാസിമാരൊക്കെ ഉള്ള രാജ്യമായത്. ഇപ്പം അതെല്ലാം യൂട്യൂബിലുള്ളത് കൊണ്ട് അത് നമ്മൾ വേണമെങ്കിൽ കാണാം. ഇവരൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ മേലാത്ത ഒരു മോഡലാണ് വെച്ച് തരുന്നത്. എന്നാൽ യേശു നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മോഡലാണ് വെച്ച് തരുന്നത്. സ്തോത്രം. വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അനുയായികളോട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞാൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? വസ്ത്രം ഒഴിവാക്കാൻ ധൈര്യം കാണിക്കണം. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ നിങ്ങൾ എന്നെ അനുഗമിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പരിപാടി പറ്റാതെ വരും. യേശു നമുക്ക് വേണ്ടി സ്പീഡ് കുറച്ചു. യേശു നമുക്ക് വേണ്ടി താഴേക്ക് വന്നു. യേശു നമ്മേക്കാൾ ദാരിദ്ര്യമുള്ള വീട്ടിൽ വളർന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവനെ അനുഗമിക്കാൻ വേണ്ടി ഫോളോ മീ. സ്തോത്രം. ഫോളോ ജീസസ്. കടൽപ്പുറത്തൊക്കെ നിന്നിട്ട് കർത്താവ് പത്രോസിനെയൊക്കെ വിളിച്ചിട്ട് ഫോളോ മീ, എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. അപ്പം ഈ മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിനെ അനുഗമിക്കുക എന്നതാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഒരാളെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. ഒരാളെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അത് നമ്മുടെ ഇഷ്ടങ്ങളെ ബാധിക്കും. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അതിനുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് കാര്യം പറയുന്നത്. തന്നെത്താൻ ത്യജിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഇത് ചെയ്തിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ സാധു സുന്ദർ സിംഗ് അങ്ങനെ ആയിരുന്നിരിക്കാം. ഇത് 100% ചെയ്ത ആരെങ്കിലുമുണ്ടോ? തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന കാര്യം പൂർണ്ണമായി ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ത്യാഗം ആണതിനകത്തെ ഒന്നാമത്തെ കാര്യം. ക്രോസ്, കുരിശാണ് രണ്ടാമത്തെ കാര്യം. അനുസരണം, അനുഗമനം, ഇതാണ് മൂന്നാമത്തെ കാര്യം. ത്യാഗം, ത്യജിക്കുക എന്ന് പറയുന്നത്
എങ്ങനെ നടപ്പിലാക്കും എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഞാനിതിൻ്റെ ഒരു തുടക്കമായി പറഞ്ഞു വരുന്നത് കേട്ടോ. കഴിഞ്ഞ മാസം ഒരു വീട്ടിൽ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറഞ്ഞു ചർച്ചിലുള്ള മുഴുവൻ പേരും വരണ്ട, മുഴുവൻ പേർക്കും ഇരിക്കാൻ ഇടയില്ല, അതുകൊണ്ട് ഈ ഒരു ഏരിയയിലുള്ളവരോട് പറയാമെന്ന് ചോദിച്ചു. പറയാം. അങ്ങനെ അവിടുത്തെ ഒരു പ്രയർ സെല്ലിൻ്റെ വകയായിട്ട് ഒരു കോട്ടേജ് മീറ്റിംഗ്, ഒരു പുതിയ വീടാണ്. കുറച്ച് നേരം എടുത്തുള്ളൂ. പരിസരത്തൊന്നും അങ്ങനെ ഇതിനും യോഗം നടക്കാത്തതുകൊണ്ട് വലിയ ഒച്ച വെക്കാതെ യോഗമൊക്കെ പെട്ടെന്ന് നിർത്തി. അതൊരു പൂർവിക ക്രിസ്തു മതക്കാരനല്ല, മറ്റൊരു മതസ്ഥനാണ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചായ വട്ടയപ്പം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടിലെ കുടുംബനാഥൻ ഒരു 35 വയസ്സ് കാണത്തുള്ളൂ. പുള്ളി എന്നോട് പറയുക, പാസ്റ്ററെ എൻ്റെ ജീൻസ് എല്ലാം വലിയ കൂടിയ കമ്പനിയുടെയാണ്, ഒത്തിരി എണ്ണമുണ്ട്, ഞാനതെല്ലാം ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് പാസ്റ്ററെ ഏൽപ്പിക്കട്ടെ, ഒരു 10-25 കൊല്ലം ഉപയോഗിച്ചാലും കേടുവരികയില്ല, ആർക്കെങ്കിലും കൊടുക്കാവോ? ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ ബ്രദറിന് വേണ്ടേ? എനിക്കതൊന്നും പാകാവില്ല. എന്താ കാര്യമെന്നറിയോ? പുള്ളിക്കൊരു അസുഖം ഉണ്ടായി, കിഡ്നി രണ്ടും പോയി. വേറൊരാളുടെ കിഡ്നി കിട്ടുന്നത് വരെ കാത്തിരുന്ന് അത് റീപ്ലാന്റ് ചെയ്തു, കിഡ്നി പുതുതായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വെച്ച് പിടിപ്പിച്ചു. ഈ 1.5 കൊല്ലത്തെ ട്രീറ്റ്മെൻറ്റിനിടയിൽ 77 78 കിലോ ഉണ്ടായിരുന്നയാൾ ഇപ്പോൾ 30 കിലോ ആയി. അപ്പോൾ 78 കിലോ ഉള്ള ഒരാൾ 30 കിലോ ആയാൽ പിന്നെ പാൻറ്റും ഷർട്ടും ചേരുമോ? ഇല്ല. അപ്പോൾ പുള്ളിയുടെ വളരെ വില കൂടിയ ജീൻസ് എല്ലാം പുള്ളി ഡ്രൈ ക്ലീൻ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ ചോട്ടനെ പുള്ളി പറയുക, ഇവിടെ ഒരു 2 അലമാരി നിറയെ ഡിന്നർ സെറ്റ് ഇരിപ്പുണ്ട്, അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ ഇവള് സമ്മതിക്കുകയില്ല. കാരണം ഇത്രയും സാധനമൊന്നും ഒരു വീട്ടിൽ ആവശ്യമില്ല. ഇങ്ങനെ പറയാൻ ഇങ്ങേരെ കൊണ്ട് സാധിച്ചത് ഈ അസുഖമാണ്. ഈ ത്യജിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടണം. നമ്മളിനി ഇവിടെ എത്ര കാലമുണ്ട്, നമുക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ഒരു നല്ലൊരു ഉൾക്കാഴ്ച കിട്ടിയാലേ വേണ്ടെന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ആ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ ചർച്ചിലെ പഴയ ആളുകളെല്ലാം ഇരുന്ന് ചിരിക്കുക. കാരണം അവരാരും അങ്ങനെ കൊടുത്തിട്ടുമില്ല, കൊടുക്കാൻ ഉദ്ദേശവുമില്ല. അവര് വല്ലാതെ അങ്ങ് കുഴയുക. ഇവനാ ശുദ്ധനായതുകൊണ്ട് എല്ലാം തൊട്ടി തുറന്ന് പറയുക, ഇവക്കാണ് എന്തോ ഒരു ചുരിദാറാ. ഈ പുള്ളി വലിയ തത്വജ്ഞാനികൾ പറയുന്നല്ലോ പറയുക, ഒരാൾക്ക് 2 ചുരിദാർ ഇടാൻ പറ്റുമോ പാസ്റ്റേ ഒരേ സമയത്ത്? ഇല്ല. പിന്നെ എന്തിനാ 250 ജോഡി? അപ്പം അതിൽ കൂടുതൽ ജോഡിയുള്ളവരവിടെ ഇരിപ്പുണ്ട്. അവരാരും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. കാരണം ഇനിയും മേടിച്ച് അലമാരി തികയുന്നില്ലെന്നുള്ള വിഷമത്തിലാണ്. ഇല്ല, നിങ്ങളൊക്കെ ചിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പല വീടുകളിലും കബോർഡ് പുതിയത് മേടിക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ വല്ല വെള്ളപ്പൊക്കം വരുമ്പോഴോ കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തെ കീറിയത് മാറ്റിയെടുക്കണ്ടേ. അത് തപ്പി വരുമ്പോഴത്തേന് വെള്ളപ്പൊക്കമെല്ലാം കഴിയും. ചുമ്മാ വാരി എറിഞ്ഞാലേ ഈ സംഗതി പോകത്തുള്ളൂ കയ്യിൽ നിന്ന്.
ത്യജിക്കുക എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമാണോ? നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു 10 രൂപ കിട്ടി അത് എവിടെയാണ് ഒളിച്ചു വെക്കണ്ടെന്നുള്ളതിനെക്കുറിച്ചാണ് ടെൻഷൻ. ഒടുവിൽ ഒളിച്ചു വെച്ചത് എവിടെയാണെന്ന് എനിക്കും പിടിയില്ലാതെ വരും. അങ്ങനെ ഒരു 300 രൂപ വെച്ചത് ഇന്നും കിട്ടിയിട്ടില്ല. ആരാണ്ട് എവിടെയോ പോയി ദൂരേന്ന് വന്നപ്പോൾ കൊണ്ട തന്നതാ. അന്നൊക്കെ 300 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. പല പല സ്വപ്നങ്ങൾ അതിനാണ് ഈ പൂഴ്ത്തി വെക്കുന്നത്. ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ഇടയിലോ പെട്ടിയുടെ അടിയിലോ തുണിയുടെ ഇടയിലോ ഒക്കെ തിരികെ വെക്കും. എന്തിനാണ്? 5 ചേട്ടന്മാരുണ്ട്, ഇവരടിച്ചോണ്ട് പോകാതിരിക്കാനാണ്. ഞാൻ ഇളയതായതുകൊണ്ട് എനിക്ക് കിട്ടും. ഇങ്ങനെ മാറ്റി വെച്ചതല്ലേ എവിടെ പോയത് ആർക്കറിയാം. ത്യജിക്കുക എന്ന കാര്യം ആർക്ക് പറ്റും? ഈ ക്യാമ്പ് ഒരു 5-6 ദിവസം കൂടെ നീട്ടിയാലും ത്യജിക്കാനൊന്നും പറ്റുകയില്ല. ഇങ്ങനെ ബാക്കിയുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചതാ ത്യജിച്ച 1-2 പേരെ. ക്ലാസ് എടുക്കാൻ എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. ലോകം എനിക്കു വേണ്ട, ചുമ്മാ പറയുന്നല്ലേ അല്ലേ? ആർ സ്റ്റാൻലി പറഞ്ഞു, പെന്തിക്കോസ്തുകാരൻ നുണ പറയുകയില്ല, നുണ പാടും. എന്തോ ഒരു നുണയാ പാടുന്നത്. യോഗ തീരാറാകുമ്പോൾ ഒരു പാട്ടില്ലേ, നീ മാത്രം മതി. ഇതുപോലെ നുണ വേറൊന്നുമില്ല. പക്ഷെ മ്യൂസിക് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? നല്ല മ്യൂസിക് ഉള്ളതുകൊണ്ട് നമ്മളും അങ്ങ് പാടും. യേശു മാത്രം മതി. യേശു മാത്രം മതിയെങ്കിൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ ഇവിടെ? ഉണ്ടോ? ഭക്ഷണത്തിന് ഒരാൾ ക്യൂ നിൽക്കുമ്പോൾ നമ്മളെ തട്ടി മാറ്റി അയാളുടെ മുമ്പിൽ പോയാൽ യേശു മാത്രം മതി എന്നല്ലേ പറഞ്ഞേ? ഇപ്പം എയർപോർട്ടിൽ ഇങ്ങനെ ഈ ദേഹപരിശോധനയുണ്ടല്ലോ. അപ്പം എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ച് ഞാൻ വന്ന് ഇങ്ങനെ നിൽക്കുക. ഒരു മഞ്ഞ വരയുണ്ട്, അതിൻ്റെ ഇപ്പുറം നിൽക്കണം. അപ്പുറത്തേനും അത് കഴിഞ്ഞ് ബാഗ് വെച്ച് ആൾ ഈ മഞ്ഞ വരയൊന്നും നോക്കാതെ കയറിയൊക്കെ പോയി. ഉടനെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുറകെ പോയി നിൽക്കാൻ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ പുറകിൽ നിന്ന് ആൾ ഇയാളുമായിട്ട് വഴക്കുണ്ടാക്കി. ഞാൻ വഴക്കുണ്ടാക്കാഞ്ഞത് ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല, എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടാണ്. ആരാ ഉള്ള ത്യജിച്ചവര്? നിങ്ങളുടെ എന്തെങ്കിലും സാധനത്തെ തൊടണം, അപ്പോഴേ നിങ്ങളുടെ സ്വഭാവം അറിയുള്ളൂ. നിങ്ങളെ ഹർട്ട് ചെയ്യണം. ചിലർ പറയല്ലേ ഭയങ്കര ഓർമ്മക്കുറവാണ്. പക്ഷെ അവർക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവർ മറക്കത്തില്ല, കൃത്യമായിട്ട് ഓർത്തിരിക്കും. 1-2 പിള്ളേർ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ടൊരു കഥ പറയാം. ആരാന്ന് നിങ്ങൾ നോക്കണ്ട, പറയല. അത് പറഞ്ഞ മോശമല്ലേ? ഉറങ്ങുന്നവരെ ഞാൻ പണ്ട് വഴക്ക് പറയുമായിരുന്നു, ഇപ്പം പറയല. കാരണം ഉറങ്ങാൻ ഒക്കുന്നത് എന്തൊരു ഭാഗ്യം അല്ലേ? ഉറക്കമില്ലാത്ത എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാം ലോകത്ത്. അതുകൊണ്ട് അവരെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഒരു പണ്ടൊക്കെ ഈ മൊബൈലില്ല, ലാൻഡ് ഫോണ് പോലും ഇല്ല. ഉണ്ടെങ്കിലും ഇൻ്റർനാഷണൽ കോൾ വിളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ട്രങ്ക് കോളാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഈ എക്സ്ചേഞ്ചിലോട്ടാണ് ചെല്ലുന്നത്. സാറേ ഇന്ന നമ്പർ ഒന്ന് ട്രങ്ക് ബുക്ക് ചെയ്ത് തരണം. ഓക്കെ. മസ്കറ്റിലുള്ള മോനെ വിളിക്കുക അപ്പച്ചൻ. അങ്ങനെ ട്രങ്ക് ബുക്ക് ചെയ്ത് ലൈനിൽ കിട്ടിയ വഴി അവൻ ചോദിച്ചു, അപ്പച്ച വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മച്ചിക്ക് സുഖമാണല്ലോ അല്ലേ? മറിയക്കുട്ടിക്ക് സുഖമാണല്ലോ അല്ലേ? പിന്നെ അമ്മാവൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആശുപത്രിയിലായിരുന്നല്ലോ അല്ലേ? മാറിയല്ലോ അല്ലേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറയാൻ തുടങ്ങി, മോനെ എടാ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. ഉടനെ അവൻ പറയുക, അപ്പച്ച കേൾക്കാൻ മേലല്ലോ. എടാ നമ്മളാ കടം മേടിച്ച കാശേ നീ അങ്ങോട്ട് പോകാൻ നേരത്തെ അതവർ ചോദിക്കുന്നുണ്ട്. അപ്പച്ച ഇച്ചിരിയുടെ ഉറക്കെ പറഞ്ഞേ. ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടേണ്ട കുറേ കാശിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവന് കേൾക്കാൻ മേലെ, ഒന്നും കേൾക്കാൻ മേലേ ഇല്ല. അപ്പച്ച ഇച്ചിരിയുടെ ഉറക്കെ പറ, കേൾക്കാൻ മേല.
അപ്പോൾ ഈ ട്രങ്ക് ബുക്ക് ചെയ്യുന്ന ഓഫീസിലിരിക്കുന്ന ആൾ പറഞ്ഞു, താൻ എന്നാടോ ഈ പറയുന്നത്? ഇത്ര നേരം കേൾക്കാമായിരുന്നല്ലോ, ഇപ്പം എന്നെ കേൾക്കാൻ മേലാത്തേ? എനിക്ക് നന്നായിട്ട് കേൾക്കാമല്ലോ. ഉടനെ ഞാൻ പറയുക, സാറിന് കേൾക്കാവോ? എന്നാൽ സാറും കൊടുത്തേര്. ത്യജിച്ച എത്ര ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. പോട്ടെ, സാരമില്ല എന്ന് വെക്കല്ല, നമ്മുടെ ഉള്ളതൊന്നും കളയണ്ട. നമ്മളെ ആരെങ്കിലും അപഹരിക്കുകയോ ഹർട്ട് ചെയ്യുകയോ നമുക്ക് കിട്ടേണ്ട പൊസിഷൻ കിട്ടാതെ പോവുകയോ, നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടുകയോ അവസരങ്ങൾ നഷ്ടപ്പെടുകയോ ഒക്കെ പോട്ടെ എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവർ മാത്രമേ ഈ വാക്യം മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ വാക്യം മനസ്സിലാക്കിയാൽ മത്സരിക്കാൻ പറ്റുമോ? ഞാൻ ഈ താലന്ത് പരിശോധനയ്ക്ക് തന്നെ എതിരാ. ആത്മീയ ആരാധന നടക്കുന്ന ആലയത്തിൽ മത്സരം. കഴിഞ്ഞ 1-ാം തീയതി ഞങ്ങൾ ടാലന്റ് ടെസ്റ്റ് ആയിരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞു, അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചേ. പിടിച്ചു. നമ്മൾ ശത്രുക്കളല്ലെന്നൊരു 3 പ്രാവശ്യം പറയാൻ പറഞ്ഞു. കാരണം ഇത് കഴിയുമ്പോഴത്തേന് ഇത് പൊരിഞ്ഞ അടിയാവും. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഞാനും ബ്ലസൻ മേമനയും കൂടെ ദോഹയിൽ മീറ്റിംഗ് നടത്തുക. ബ്ലസൻ മേമന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്, മെഡിക്കൽ ഡോക്ടറാണ്. ഇത്രയും സൗമ്യതയുള്ളൊരു ദൈവഭക്തനെ ചെറുപ്പക്കാരുടെ കൂടെ ഞാൻ കണ്ടിട്ടില്ല. പാട്ടൊക്കെ പാടി ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വന്ന കൂട്ടത്തിൽ ഒരു സഹോദരി വന്ന് എന്നോട് പറയുക, എനിക്കൊരു വലിയ കുറ്റബോധമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെന്ന ഈ ബ്ലസനച്ചാച്ചന് വയറിളക്കം ഉണ്ടാകണേന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചാതന്നെ ഇവർ 2 കൊട്ടാരക്കരക്കാരാ. അന്ന് സൺഡേ സ്കൂളിലും യുവജന മീറ്റിങ്ങിലുമുള്ള സകല മത്സരത്തിനും ബ്ലസന ഫസ്റ്റ്. അപ്പം ഇവനൊരു വയറിളക്കം വന്നാലേ വേറെ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് താലന്ത് പരിശോധനയ്ക്ക് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു, ഈ അച്ചാച്ചന് വയറിളക്കം പിടിക്കണേന്ന്. മത്തായി 16:24 അകത്ത് കയറിയാൽ മത്സരിക്കാൻ പറ്റുമോ? ടാലൻറ്റ് പ്രസൻറ്റേഷൻ നല്ലതാണ്. ടാലൻറ്റ് കോമ്പറ്റീഷൻ വേണമെന്ന് ആലോചിക്കുക. പ്രായമുള്ളവർ ആലോചിക്കുക. ലോക്കൽ സഭകൾ തമ്മിലടി ഇപ്പം ഈ ഇപ്രാവശ്യം അടി നടന്നുകൊണ്ടിരിക്കുക. ചെന്നിട്ട് വേണം ഇനി അവർ കൈകാര്യം ചെയ്യാൻ. ജഡ്ജ് സരീതി കാണിച്ചെന്ന് എനിക്ക് ഫോൺ ചെയ്തിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ്. ജഡ്ജിയുടെ തീരുമാനം അന്തിമമാണ് ലോകത്തിലെല്ലായിടത്തും. പിന്നെ ഇനി അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്ത പ്രാവശ്യം വേറെ ജഡ്ജി വിളിക്കുക, അത്രേ ഉള്ളൂ. അപ്പം കൺവീനറുടെ ബന്ധത്തിലുള്ള ആളാണ് ജഡ്ജി. എന്ത് ചെയ്യും? ഒരു ബന്ധവും ഇല്ലാത്തവരെ എവിടെ നിന്ന് കൊണ്ടുവരാനാ? അല്ലെ ചിമ്പാൻസിയെ വല്ലതും കൊണ്ടുവരേണ്ടി വരും. താങ്ക് യു ജീസസ്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇടയിൽ ത്യാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സഭകളുണ്ടായി. സഭകളുടെ പേര് പൊതുവെ പറയുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിവാഹം കഴിക്കാതിരിക്കുക, വെള്ള മാത്രം ഇടുക, ചെരുപ്പ് ഇടാതിരിക്കുക, ഇടുകയാണേലും തീരെ വില കുറഞ്ഞത് ഇടുക, കണ്ണാടി ഉപയോഗിക്കാതിരിക്കുക. തലമുടി മുട്ടയടിക്കുന്ന അതിന് വേണ്ടിയാണ്. കണ്ണാടി നോക്കണ്ടല്ലോ. എനിക്കിപ്പോൾ കണ്ണാടി നോക്കണ്ട. ഞാൻ ത്യാഗം കൊണ്ടല്ല, ഇതാ എളുപ്പം, അതുകൊണ്ട് അങ്ങ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ നമ്മുടെ ഇടയിൽ വന്നു. IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയ സഭകളിൽ ത്യാഗം പോരാ, വിശുദ്ധി പോരാ എന്ന് പറഞ്ഞ് സഭകൾ തുടങ്ങി. പേര് ഞാൻ പറയുന്നില്ല. ഒന്നും നടന്നില്ല.
ഒന്നും നടന്നില്ല. തീവ്ര വിശുദ്ധി പറഞ്ഞവർ വേറെ ചിലതിൽ പൊട്ടിത്തകരുന്നു. മത്തായി 16:24 എങ്ങനെ പഠിക്കും? അങ്ങനെ തീവ്ര വിശുദ്ധിക്ക് വേണ്ടി പോയ ഒരു ദൈവദാസൻ 20 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്നു. അദ്ദേഹം എന്നെ അവിടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 20 കൊല്ലം കൊണ്ട് പഠിച്ച പാഠമെന്ന് പറയാമെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വന്തം പരിശ്രമത്താൽ ഉണ്ടാകുന്ന വിശുദ്ധി നമ്മിൽ അഹങ്കാരം ഉളവാക്കും. ദൈവകൃപയാൽ ലഭിക്കുന്ന വിശുദ്ധി നമ്മിൽ താഴ്മ ഉളവാക്കും. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരിക. ഈ കാര്യം, ഡിനൈ യുവർ സെൽഫ്, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ ജീസസ്, ഇത് സ്വന്തം പരിശ്രമം കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ സ്കൂളിലൊരു വിഷയത്തിന് തോറ്റാൽ 10 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരാൻ പറയും. 25 പ്രാവശ്യം എഴുതുമ്പോഴെങ്കിലും ശരിയാവും. പക്ഷെ ഇതങ്ങനെ നടക്കത്തില്ല. എൻ്റെ പരിശ്രമത്തിലും പഠനത്തിലും ബോധ്യത്തിലും ഉള്ളത് പറയാം, ദൈവകൃപയാലേ സാധിക്കത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. കർത്താവിൽ ആശ്രയിക്കണം. തന്നെത്താൻ ത്യജിക്കണമെങ്കിൽ ലതാ മങ്കേഷ്കർ അല്ലേ, ഇന്ത്യയുടെ വാനമ്പാടി? അതെ, പുള്ളിക്കാരത്തിയുടെ ഒരു ടോക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. രോഗിയായിട്ട് ആശുപത്രി കിടക്കുക. വേറൊരാളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് വന്നു, നേരാണെന്ന് അറിയാൻ മേല. സോഷ്യൽ മീഡിയ വരുന്ന മുഴുവൻ ശരിയാകണമെന്നില്ല. പുള്ളിക്കാരത്തി പറയുന്നു, ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെല്ലാം എൻ്റെ ഷെൽഫിലുണ്ട്, പക്ഷേ ഞാനിടുന്നത് ഈ ആശുപത്രിക്കാർ തരുന്ന ഒരു നീല ഉടുപ്പാണ്. എനിക്ക് പലതരം കാറുകളുണ്ട്, പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്നത് വീൽ ചെയറിലാണ്. ഞാൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു പ്രോഗ്രാമിന് പോകുമ്പോഴെല്ലാം. പക്ഷേ ഞാനിപ്പോൾ ഒരു ദിവസം 26 ഗുളികയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി അതിനകത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു. ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് ഒടുവിലത്തെ നാളുകളിൽ ആശുപത്രി കിടന്നുകൊണ്ട് കുറിച്ച കുറിപ്പെന്നും പറഞ്ഞ് ഇതുപോലെ യൂട്യൂബിൽ വന്നു. ഞാൻ ജീവിതത്തിൽ വിജയിച്ച മനുഷ്യനാണ്, പക്ഷെ ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഞാൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോവുകയായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്കൊന്നും വേണ്ട എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ വരണമെങ്കിൽ ഒന്നെങ്കിൽ രോഗിയാകണം, അല്ലെങ്കിൽ വയസ്സാകണം. വയസ്സായാലും ആകണമെന്നില്ല. പാലായിലൊരു അപ്പച്ചൻ മരിക്കാൻ കിടന്നിട്ട് മരിക്കുന്നില്ല. വിദേശത്തായിരുന്ന മോൻ വന്നു. അവനപ്പച്ചൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അന്നത്തെ പഴയ 1000 നോട്ടൊരെണ്ണം ചുരുട്ടി കയ്യിലോട്ട് വെച്ചു കൊടുത്തു. അന്നേരം മരിച്ചു. ആ ആഗ്രഹം പോയിട്ടില്ലതാ. ലോകം എനിക്ക് വേണ്ട എന്ന പാട്ട് ഞങ്ങളുടെ ചർച്ചിലെ ഒരു അമ്മച്ചി എപ്പോഴും പാടും. ആ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസറാണ്, റിട്ടയർ ചെയ്ത ആളാണ്. പുള്ളി ഉള്ള പോലെ വിളിച്ചു പറയുന്ന ആളാണ്. പുള്ളി റിട്ടയറായി വീട്ടിൽ വന്നപ്പോൾ ഈ അമ്മാമ്മ ഈ പാട്ടും പാടിക്കൊണ്ട് അടുക്കളയിൽ കൂടെ നടക്കുന്നുണ്ട്. ഈ സാറ് പുറകെ ചെന്ന് തോളെ തട്ടിയെ ചോദിച്ചു, മറിയാമ്മ നീ ഈ പാടുന്ന സത്യമാണോ?
അതിനെ പിന്നെ സത്യമല്ലേ, അങ്ങനെയല്ലേ പാഠപുസ്തകത്തിൽ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. പാഠപുസ്തകത്തിൽ അങ്ങനെയാ, നിന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? എനിക്ക് എന്നാ കുഴപ്പം എന്നാന്ന് ഞാൻ പറയാം. അവൾ ഓഫീസിൽ പോട്ടെന്ന് പറഞ്ഞു. മരുമകൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലോകം എനിക്ക് വേണ്ട, ലോകത്തിനൊന്നും വേണ്ട. എങ്കിൽ പിന്നെ അവൾ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടപ്പോൾ നീ എന്തിനാ വഴക്കുണ്ടാക്കി? എന്നെ ആ വീട്ടിലെ വഴക്കെന്നറിയാവോ? വാഷിംഗ് മെഷീനിൽ തുണിയിടുന്നത് എനിക്കാ, നീ വേണേൽ കല്ല് അലക്കിക്കോണം, കാരണം നീ ചെറുപ്പക്കാരിയാ. എന്നെയല്ല, നീ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന്, അതുകൊണ്ട് നീ കല്ലിൽ അലക്കിയാൽ മതി. പാട്ടെന്തുവാ? ലോകം എനിക്ക് വേണ്ട. ചുമ്മാ നല്ല താളമുള്ള പാട്ടാണെങ്കിൽ അർത്ഥം വേണ്ടല്ലോ, പാടിയപ്പോരെ. തന്നെത്താൻ ത്യജിച്ച് ഇതിലേക്കൊരുവൻ വരണമെങ്കിൽ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്നെങ്കിൽ അങ്ങ് പ്രായമൊത്തിരി ആകണം. വേണ്ട, ഒന്നും വേണ്ട. അമ്മേ ഇച്ചിരി ചിക്കൻ തരട്ടെ? വേണ്ട. കരിമീൻ? വേണ്ട. കഞ്ഞിവെള്ളം? ഇച്ചിരി തന്നേര്. അതെപ്പോഴാ? 97ാമത്തെ വയസ്സിൽ അല്ലേ? അപ്പോൾ ഒന്നും വേണ്ടാത്തൊരു സമയം. പിന്നെ ആരാ? മാരകമായ രോഗം. ഒന്നും വേണ്ട. ഒന്നിനോടും താല്പര്യമില്ലായ്മ വരിക. സ്തോത്രം. ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊന്നുണ്ട്. ഈ ലോകത്തിൽ ഈ കാണുന്ന എല്ലാറ്റിനേക്കാളും വലുതെന്തെങ്കിലും കിട്ടിയവരെ. സ്തോത്രം. എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ വിലപ്പെട്ടത്, നമുക്ക് വളരെ ഹൃദയത്തിനകത്ത് ഇഷ്ടമുള്ള, വളരെ കൊതിയുള്ള, വിലയേറിയത് നമ്മുടെ ഈ വന്നു കഴിയുമ്പോൾ നമുക്കിതെല്ലാം നിസ്സാരമായിട്ട് തീരും. അതാണ് ഈ പറഞ്ഞു വരുന്ന വിഷയം. ദാവീദ് പറയുന്നു, 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വചനം എനിക്ക് പ്രിയമാണ്. സ്തോത്രം, 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 സ്തോത്രം. അപ്പം ദൈവവചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു മനുഷ്യൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ അവന് മറ്റുള്ളതൊന്നും വലിയ കാര്യമല്ല. ഈ ത്യജിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മാക്സിമം ലളിതമാക്കാം. നമ്മളുടേതൊന്നും ദൈവത്തിന് വേണ്ട, നമ്മുടേതൊന്നും ദൈവത്തിന് വേണ്ട. പക്ഷെ നമുക്കതിനോടുള്ള ബന്ധം എന്ന് മാത്രം ഉണ്ടെന്ന് ദൈവത്തിന് അറിയണം. ഉദാഹരണത്തിന്, ഇസഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാമിനോട് പറഞ്ഞു. അതിനേക്കാൾ വലിയ ത്യാഗം എന്തുവാ? അതിനേക്കാൾ വലിയൊരു ത്യാഗവും ഇല്ല ലോകത്തിൽ. നിങ്ങൾ വായിച്ചിട്ടില്ലേ അബ്രഹാമിന്റെ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന? വായിച്ചിട്ടുണ്ടോ? ഇസഹാക്കിനെ അപ്പൻ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പം മോന് എത്ര വയസ്സുണ്ട്? അബ്രഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പം മകൻ എത്ര വയസ്സുണ്ട്? 3 ഏതാണ്ടൊന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങളുടെയൊക്കെ പ്രായമുണ്ട് ഏകദേശം. അതിനവൻ മനസ്സ് വെച്ചു. പക്ഷെ അവനോട് പറഞ്ഞില്ല, അവൻ്റെ അമ്മയോടും പറഞ്ഞില്ലെന്നാ പറയുന്നത്. ബൈബിൾ ശ്രദ്ധിച്ചു വായിച്ച. ഇതിനേക്കാൾ വലിയൊരു ത്യാഗം ലോകത്തിലൊന്നുമില്ല. തന്നെത്താൻ ത്യജിക്കുക. അവൻ മോനെയും കൊണ്ട് ഇങ്ങനെ മലയിലോട്ട് പോവുക. ഇടയ്ക്ക് വെച്ച് മോൻ ചോദിച്ചു, പപ്പ, സാധാരണ യാഗത്തിന് പോകുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകാറുണ്ടല്ലോ, ഇന്ന് യാഗത്തിനുള്ള ആട്ടിൻകുട്ടി ഏതാ? അപ്പൻ പറയേണ്ട മറുപടി, ഇന്നത്തെ ആട്ടിൻകുട്ടി നീയാ. പക്ഷെ അത് പറയാൻ എങ്ങനെ പറ്റും? ചങ്ക്
നീറുന്ന വേദനയോടുകൂടെ ആ മനുഷ്യൻ പറഞ്ഞു, മോനെ ദൈവം കരുതും. അവിടെ ചെന്നു. ആ സത്യവും ഒടുവിലത്തെ നിമിഷത്തിൽ ആ കൊച്ചിനോട് തുറന്നു പറഞ്ഞു, മോനെ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ പച്ച? എടാ നിന്നെയാ യാഗം കഴിക്കാൻ പറഞ്ഞു. ദൈവത്തെ അനുസരിക്കുന്ന അപ്പൻ, അപ്പനെ അനുസരിക്കുന്ന മോൻ. എന്തൊരു മനോഹരമായ കാഴ്ചയാണിത്. ഇനി ഞാൻ പറയുന്നത് മുതിർന്നവർക്ക് മനസ്സിലാവും, പിള്ളേർക്ക് ഒരു ഇച്ചിരി വൈകിയേ മനസ്സിലാവുള്ളൂ. എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, അബ്രഹാം അതിന് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. അബ്രഹാം വെളുപ്പിനെ മോനെ കൊണ്ട് യാഗം കഴിക്കാൻ പോയില്ല എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പിറ്റേ ആഴ്ചത്തെ സഭായോഗത്തിന് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ഭാഷ പറയുക, ആ മാസത്തെ കൺവെൻഷന് വല്ല കുഴപ്പമുണ്ടോ? യോഗം കഴിയുമ്പോൾ എല്ലാവരും അനുഗ്രഹമായിരുന്നു എന്ന് പറയും. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ടാവും. അബ്രഹാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മനസ്സിനകത്തൊരു നീറലുണ്ടാവും. ദൈവവുമായിട്ടുള്ള കണക്ഷൻ കട്ടായി പോവും. അപ്പൊ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ലോകത്തിലെല്ലാറ്റിനേക്കാളും വലുത്. ലോകത്തിലെല്ലാറ്റിനേക്കാളും വലുത് കർത്താവുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിലേഷനാണ്. ദൈവം അവനോട് രഹസ്യത്തിലാ പറഞ്ഞത്. അവനതനുസരിച്ചില്ലെങ്കിൽ അവനും ദൈവവും മാത്രമേ അറിയത്തുള്ളൂ. സാറേ അറിയത്തില്ല, ഇസാക്ക് അറിയത്തില്ല. അവൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ആ മോന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ ദൈവം എന്നോട് പറഞ്ഞത് നിന്നെ യാഗം കഴിക്കാനാണ്. സ്തോത്രം. എൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞതൊന്നും ഭോഷ്കല്ല, വ്യാജമല്ല. അതുകൊണ്ട് ഇതും വ്യാജമല്ല. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാണ്. എൻ്റെ അപ്പൻ്റെ ദൈവം ദൈവമാണ്, അവൻ ഭോഷ്ക് പറയത്തില്ല എന്ന് ഈ കുഞ്ഞിന് ബോധ്യമുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഓടിപ്പോവാം. ഒത്തിരി പ്രായമുണ്ട് ഈ മനുഷ്യന്, ഒത്തിരി പ്രായമുണ്ട്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആകാൻ പ്രായമുണ്ട്. ആ പുള്ളിയെ തള്ളിമറിച്ചിട്ട് ഈ ചെറുക്കൻ ഓടിപ്പോയാൽ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. പ്രൈസ് ലോർഡ്. അതിനെക്കുറിച്ച് ഒരു സ്കിറ്റ് കണ്ട് എവിടെയോ അവതരിപ്പിച്ചു. ഇന്നത്തെ കാലത്താണെങ്കിൽ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന അവസ്ഥ. ആ മലയിലെത്തി ഇവന്റെ കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ മാറിയിട്ട് മൊബൈൽ എടുത്തിട്ട് ഇവന്റെ കൂട്ടുകാരെ വിളിച്ചു. കാരണവർ മഹാ ഉഴപ്പാണ്, നമ്മൾ വിചാരിച്ച പുള്ളിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ടീമിനെ ഇങ്ങോട്ട് അയക്കണം, ഒരു കൊട്ടേഷൻ കൊടുക്കുക. പിന്നെ അവർ വരുന്നു, കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നു കാരണവരെ. ഈ കൂട്ടുകാരും ഇസാക്കൂടെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കും, മോനെ അപ്പച്ചൻ എന്നറിയാൻ മേല, അവിടെ വെച്ചൊരു ചെറുതായിട്ടൊരു ഗ്യാസ് പോലെ വരുന്ന കണ്ടു, പിന്നെ കണ്ടില്ലെന്ന് പറയും. കൊന്നുകളയും. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. സ്കിറ്റാണ്. ഈ കുഞ്ഞിൻ്റെ കൈയും കെട്ടി കാലും കെട്ടി യാഗപീഠത്തെ കിടത്തി. ദൈവത്തിന് എന്നിട്ടും തൃപ്തിയായില്ല. ഇത്ര ആയപ്പോഴെങ്കിലും ദൈവം മതി എന്ന് പറയണ്ടേ? അവൻ കത്തിയെടുത്തു. ഇന്നിപ്പോ നമുക്ക് വേണമെങ്കിൽ ഈസിയാ, കാരണം ഇങ്ങനെ കത്തി ഇങ്ങനെ വോങ്ങിയാ പോരെ, അന്നേരം പറഞ്ഞോളൂല്ലോ. ബാബു അല്ലെങ്കിൽ ജോളി, മേരി, മതി എന്ന് പറയുമെന്ന് നമുക്ക് ഭാവന കാണാം. പക്ഷെ അബ്രഹാം ശരിക്കും വെട്ടാനല്ലേ? പറയാൻ എളുപ്പമല്ലേ? പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പമാണ്. അനുഭൂതി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ ഈ കത്തി എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അബ്രാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അർത്ഥം എന്നാണെന്നറിയാവോ? നിന്റെ കൊച്ചിനെ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല, നിന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട. പക്ഷെ നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് അറിഞ്ഞാൽ മതി. നീ ഈ കുഞ്ഞിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്ര എനിക്കൊന്നൊന്ന് അറിഞ്ഞാൽ മതി.
എനിക്കറിയാൻ മാത്രമല്ല, അടുത്ത തലമുറയെ അറിയിക്കാനും കൂടെയാണ്. അബ്രഹാമിനെ അത്രയും ക്ലൈമാക്സ് വരെ കൊണ്ടുപോയത് എൻ്റെ വിശ്വാസം അബ്രഹാമിനെ ദൈവത്തിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നെ ദൈവത്തിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ, നമ്മളെ ദൈവത്തിന് ബോധ്യം ഇല്ലാഞ്ഞിട്ടാ, നമ്മളെ ഒന്ന് പഠിപ്പിക്കാനാ. ഇവനാ വിശ്വാസികളുടെ പിതാവ്, ഇവനാ വിശ്വാസികളുടെ പിതാവ്. ഒന്നിനോടും മനസ്സ് ലോക്കാകാത്ത ഒരു ജീവിതം. വേദപുസ്തകത്തിൽ ഏറ്റവും കാഠിന്യമേറിയ വാക്യമാണ് നിങ്ങൾ തീമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പ്രാക്ടിക്കലാകാൻ ലീഡേഴ്സിനെങ്കിലും കഴിയട്ടെ. ഇത് കണ്ടിട്ട് ചെറുപ്പക്കാർ അടുത്ത തലമുറയ്ക്ക് മാറ്റം വരട്ടെ. സ്തോത്രം. തന്നെത്താൻ ത്യജിച്ച് യേശു ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. തനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയല്ല. തൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴും താൻ കൂളായിരുന്നു. തന്നെ അടിച്ചപ്പോൾ താൻ കൂളായിരുന്നു. തൻ്റെ പേരെ നുണ പറഞ്ഞപ്പോൾ ഇല്ലില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ യേശു ശ്രമിച്ചില്ല. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞില്ലേ? അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല, ദൈവത്തിനാണ് സത്യം പറഞ്ഞില്ല. യേശുവിനെ പ്രകോപിതനാക്കാൻ നോക്കിയപ്പോൾ അവൻ പ്രകോപിതനായില്ല. യേശുവിനെ പരിഹസിച്ചപ്പോൾ അവൻ പരിഹാസ്യനായില്ല. യേശുവിനെ അപമാനിച്ചപ്പോൾ അവൻ അപമാനിതനായില്ല. അവനെ അപമാനിതനാക്കാൻ ആർക്കും കഴിയില്ല. ഇവനാണ് നമ്മുടെ മാതൃക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റോറി വീണ്ടും പറയട്ടെ. എൻ്റെ കസിൻ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴത്തെ കഥ പറഞ്ഞല്ലോ. എൻ്റെ കസിൻ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, നമ്മളാണുങ്ങൾ, വിശേഷാൽ നമ്മൾ ഈ നാട്ടുകാർക്കൊരു അസുഖമുണ്ട്. നമ്മുടെ സ്പീഡിൽ നമ്മുടെ ഭാര്യ നടക്കണം നമുക്ക് നിർബന്ധമാണ്. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, നീ ലോകം പല രാജ്യങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യ വിട്ടാൽ ലേഡീസ് ഫസ്റ്റ് എന്നാണ്. ഒരു വണ്ടിയെ കയറുമ്പോൾ ആദ്യം സ്ത്രീ കയറണം. അപ്പം എന്താ എൻ്റെ പ്രശ്നം? ഞാൻ നടക്കുന്ന സ്പീഡിൽ എൻ്റെ ഭാര്യ നടന്നോണം. പുള്ളിക്കാരത്തി പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? മറ്റൊരാൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ സ്പീഡ് കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് കഷ്ടപ്പാടില്ലാതെ എൻ്റെ ഒപ്പം വരാൻ തുടങ്ങി. പിന്നെ നടപ്പിൻ്റെ കാലം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആ പ്രശ്നമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും എനിക്ക് അബദ്ധം പറ്റി. ചിക്കാഗോ വിമാനത്താവളത്തിൽ നമ്മൾ ചെന്നിറങ്ങുന്നിടത്തുനിന്ന് ഒത്തിരി ദൂരെ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ. അതിനൊരു ട്രെയിൻ വരും. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ വലിപ്പം കാണും. അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇത്രയും കാണും. അത് തുറന്നു. ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നയാളും ഞാനും കൂടെ അതിലോട്ടം കയറി. ട്രെയിനും കടഞ്ഞു. പുള്ളിക്കാരത്തി പുറത്ത്. ഞാൻ ചെയ്തത് തെറ്റാ. ആദ്യം പുള്ളിക്കാരത്തിയെ കയറ്റി വിടേണ്ടതായിരുന്നു. അപ്പം എന്നെ ഫോളോ ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റുകയില്ല. എന്നാൽ യേശു താഴോട്ട് വന്നു നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ദൈവപുത്രനെ ഫോളോ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. യേശു ഏറ്റവും ദരിദ്രനായി, ഏറ്റവും സൗമ്യനായി താഴേക്ക് വന്നു. മത്തായി 11:28 എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. നിങ്ങൾ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വേണ്ടത് ത്യജിക്കുക എന്നുള്ളതല്ല, കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ത്യജിക്കാൻ പറ്റും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്തോത്രം.
ഞാൻ നിങ്ങളോട് ത്യജിക്കണം 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 എന്നിവിടെ നിന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ അതിൻ്റെ മറുവശം പറയുക, യേശുവിനെ സ്നേഹിക്കാൻ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായാൽ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അത് വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയാതെയാകും. ഒന്നിനോടും നിങ്ങൾക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത, ഒത്തിരി യോഗ്യതകളുണ്ടെങ്കിലും കൊരിന്ത്യർ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. അതെഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ മതി 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 മതി. കർത്താവ് വരുന്നു. ആർക്ക് വേണ്ടി? തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്നേഹിക്കുന്നവന് വേണ്ടി കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മറ്റൊന്നിനെയും പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവർക്ക് എന്തും വിട്ടുകളയാൻ പറ്റും, എന്തും സഹിക്കാൻ പറ്റും. ത്യജിക്കാനും സഹിക്കാനും കഴിയണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം. ലോകത്തിലുള്ള കഥകളെല്ലാം, നോവലുകളെല്ലാം ഒരു പ്രേമ കഥയോട് ചേർത്താ വരുന്നത്. ഒരു പുരുഷനെ ഒരു പെണ്ണ് സ്നേഹിച്ചാൽ, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ സ്നേഹിച്ചാൽ, അതിനുവേണ്ടി അവൻ എന്തും കൊടുക്കും, എന്തും കൊടുക്കും. വലിയ യുദ്ധങ്ങളും ഭയങ്കര സ്റ്റണ്ടും ഇടിയൊക്കെ ഈ സ്നേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ലോകത്തിലെ കഥകളുടെ എല്ലാം പുറകിൽ ഒരു പ്രേമം കാണും. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റെല്ലാം ചെറുതായി ചെറുതായി തോന്നും. വർഷങ്ങൾ കഴിയും തോറും മുമ്പേ പറഞ്ഞ പാട്ടൊക്കെ ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റും. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. സ്തോത്രം. കുഞ്ഞുങ്ങളെ, കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 1 വർഷം മുമ്പ്, അല്ലേ, 1 വർഷം മുമ്പ് തറയിൽ പിതാവ് എന്ന് പറയുന്ന ബിഷപ്പ് പറഞ്ഞ ഒരു പ്രസംഗം, പള്ളിയിലെ ഒരു പെൺകുട്ടി അവളുടെ അപ്പനെയും കൂട്ടിക്കൊണ്ട് പിതാവിനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, പിതാവ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കല്യാണമാണ്. ആ ബിഷപ്പ് ചോദിച്ചു, നിന്റെ കല്യാണം നാളെ ആര് നടത്തും, എവിടെ വെച്ച് നടത്തും? അത് വേറൊരു മതത്തിൽ നിന്നാണ്. അവൻ ആരാ? അവൻ ഡോക്ടറാ, എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ പഠിച്ചതാ. ഞാൻ വാക്ക് പറഞ്ഞു പോയി, പിതാവേ എന്നെ ശപിക്കരുത് എന്ന് പറഞ്ഞ് പെങ്കൊച്ച് കരയുക. ഈ അച്ഛൻ ചോദിച്ചു, അപ്പൊ നീ ഇനി ഈ പള്ളി വരികയല്ലേ? ഇല്ല. നീ ക്രിസ്ത്യാനിയായിട്ട് നീ ജീവിക്കത്തില്ലേ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നേ?
അച്ഛനെ ശപിക്കരുത്, പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പൻ ഇടപെട്ടു, ഞങ്ങളെ ശപിക്കരുത്. എന്തോ ചെയ്യും. പിന്നെ അവരെ പ്രാർത്ഥിച്ച് വിടുമ്പോൾ ഈ മനുഷ്യൻ ആ കൊച്ചിനോട് പറയുക, മോളെ, അവന് നിന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ? അതെ. ഭയങ്കര സ്നേഹമാണോ? അതെ. എന്നാൽ നിന്റെ യേശുവിനെ കൂടെ സ്വീകരിക്കണമെന്ന് നീ അവനോട് പറഞ്ഞോ? അയ്യോ, അതൊന്നും പറയാൻ പറ്റില്ല, അവർ ഭയങ്കര സ്ട്രോങ് മതമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് മതമാണ്. അവർ ഭയങ്കര സ്ട്രോങ് മതമാണ്, വല്ലതും പറഞ്ഞാൽ ഭയങ്കര വിഷയമാവും. ഈ ബിഷപ്പ് ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. കാരണം യേശുവിനെ ഇങ്ങനെ കല്യാണം വരുമ്പം മാറ്റിവെക്കാവുന്നതല്ല എന്ന് നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നമ്മുടെ കൈ മാറ്റാൻ പറ്റുമോ? കാല് മാറ്റാൻ പറ്റുമോ? മൂക്ക് മാറ്റാൻ പറ്റുമോ? ചെവി മാറ്റാൻ പറ്റുമോ? യേശുവിനെ മാറ്റാൻ പറ്റുമോ? കല്യാണം കഴിച്ചോ? പക്ഷെ യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കാവുന്ന ഒരു ബന്ധം നിനക്ക് യേശുവിനോടുള്ളൂ. ഓപ്ഷണലാണ്. താങ്ക് യു ജീസസ്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇടയിൽ ത്യാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സഭകളുണ്ടായി. സഭകളുടെ പേര് പൊതുവെ പറയുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിവാഹം കഴിക്കാതിരിക്കുക, വെള്ള മാത്രം ഇടുക, ചെരുപ്പ് ഇടാതിരിക്കുക, ഇടുകയാണേലും തീരെ വില കുറഞ്ഞത് ഇടുക, കണ്ണാടി ഉപയോഗിക്കാതിരിക്കുക. തലമുടി മുട്ടയടിക്കുന്ന അതിന് വേണ്ടിയാണ്. കണ്ണാടി നോക്കണ്ടല്ലോ. എനിക്കിപ്പോൾ കണ്ണാടി നോക്കണ്ട. ഞാൻ ത്യാഗം കൊണ്ടല്ല, ഇതാ എളുപ്പം, അതുകൊണ്ട് അങ്ങ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ നമ്മുടെ ഇടയിൽ വന്നു. IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയ സഭകളിൽ ത്യാഗം പോരാ, വിശുദ്ധി പോരാ എന്ന് പറഞ്ഞ് സഭകൾ തുടങ്ങി. പേര് ഞാൻ പറയുന്നില്ല. ഒന്നും നടന്നില്ല. തീവ്ര വിശുദ്ധി പറഞ്ഞവർ വേറെ ജലത്തിൽ പൊട്ടിത്തകരുന്നു. മത്തായി 16:24 എങ്ങനെ പഠിക്കും? അങ്ങനെ തീവ്ര വിശുദ്ധിക്ക് വേണ്ടി പോയ ഒരു ദൈവദാസൻ 20 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്നു. അദ്ദേഹം എന്നെ അവിടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 20 കൊല്ലം കൊണ്ട് പഠിച്ച പാഠമെന്ന് പറയാമെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വന്തം പരിശ്രമത്താൽ ഉണ്ടാകുന്ന വിശുദ്ധി നമ്മിൽ അഹങ്കാരം ഉളവാക്കും. ദൈവകൃപയാൽ ലഭിക്കുന്ന വിശുദ്ധി നമ്മിൽ താഴ്മ ഉളവാക്കും. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരിക. ഈ കാര്യം, ഡിനൈ യുവർ സെൽഫ്, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ ജീസസ്, ഇത് സ്വന്തം പരിശ്രമം കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ സ്കൂളിലൊരു വിഷയത്തിന് തോറ്റാൽ 10 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരാൻ പറയും. 25 പ്രാവശ്യം എഴുതുമ്പോഴെങ്കിലും ശരിയാവും. പക്ഷെ ഇതങ്ങനെ നടക്കത്തില്ല. എൻ്റെ പരിശ്രമത്തിലും പഠനത്തിലും ബോധ്യത്തിലും ഉള്ളത് പറയാം, ദൈവകൃപയാലേ സാധിക്കത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. കർത്താവിൽ ആശ്രയിക്കണം. തന്നെത്താൻ ത്യജിക്കണമെങ്കിൽ ലതാ മങ്കേഷ്കർ അല്ലേ, ഇന്ത്യയുടെ വാനമ്പാടി? അതെ, പുള്ളിക്കാരത്തിയുടെ ഒരു ടോക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. രോഗിയായിട്ട് ആശുപത്രി കിടക്കുക.
വേറൊരാളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നു, നേരാണെന്ന് അറിയാൻ മേല. സോഷ്യൽ മീഡിയ വരുന്ന മുഴുവൻ ശരിയാകണമെന്നില്ല. പുള്ളിക്കാരത്തി പറയുന്നു, ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെല്ലാം എൻ്റെ ഷെൽഫിലുണ്ട്, പക്ഷേ ഞാനിടുന്നത് ഈ ആശുപത്രിക്കാർ തരുന്ന ഒരു നീല ഉടുപ്പാണ്. എനിക്ക് പലതരം കാറുകളുണ്ട്, പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്നത് വീൽ ചെയറിലാണ്. ഞാൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു പ്രോഗ്രാമിന് പോകുമ്പോഴെല്ലാം. പക്ഷേ ഞാനിപ്പോൾ ഒരു ദിവസം 26 ഗുളികയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി അതിനകത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു. ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് ഒടുവിലത്തെ നാളുകളിൽ ആശുപത്രി കിടന്നുകൊണ്ട് കുറിച്ച കുറിപ്പെന്നും പറഞ്ഞ് ഇതുപോലെ യൂട്യൂബിൽ വന്നു. ഞാൻ ജീവിതത്തിൽ വിജയിച്ച മനുഷ്യനാണ്, പക്ഷെ ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഞാൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോവുകയായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്കൊന്നും വേണ്ട എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ വരണമെങ്കിൽ ഒന്നെങ്കിൽ രോഗിയാകണം, അല്ലെങ്കിൽ വയസ്സാകണം. വയസ്സായാലും ആകണമെന്നില്ല. പാലായിലൊരപ്പച്ചൻ മരിക്കാൻ കിടന്നിട്ട് മരിക്കുന്നില്ല. വിദേശത്തായിരുന്ന മോൻ വന്നു. അവനപ്പച്ചൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അന്നത്തെ പഴയ 1000 നോട്ടൊരെണ്ണം ചുരുട്ടി കയ്യിലോട്ട് വെച്ചു കൊടുത്തു. അന്നേരം മരിച്ചു. ആ ആഗ്രഹം പോയിട്ടില്ലതാ. ലോകം എനിക്ക് വേണ്ട എന്ന പാട്ട് ഞങ്ങളുടെ ചർച്ചിലെ ഒരു അമ്മച്ചി എപ്പോഴും പാടും. ആ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസറാണ്, റിട്ടയർ ചെയ്ത ആളാണ്. പുള്ളി ഉള്ള പോലെ വിളിച്ചു പറയുന്ന ആളാണ്. പുള്ളി റിട്ടയറായി വീട്ടിൽ വന്നപ്പോൾ ഈ അമ്മാമ്മ ഈ പാട്ടും പാടിക്കൊണ്ട് അടുക്കളയെ കൂടെ നടക്കുന്നുണ്ട്. ഈ സാറ് പുറകെ ചെന്ന് തോളെ തട്ടിയെ ചോദിച്ചു, മറിയാമ്മ നീ ഈ പാടുന്ന സത്യമാണോ? അതിനെ പിന്നെ സത്യമല്ലേ, അങ്ങനെയല്ലേ പാട്ടുപുസ്തകത്തിൽ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. പാട്ടുപുസ്തകത്തിൽ അങ്ങനെയാ, നിന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? അതിനാ എനിക്കെന്നാ കുഴപ്പം? കുഴപ്പം എന്നാന്ന് ഞാൻ പറയാം. അവൾ ഓഫീസിൽ പോട്ടെന്ന് പറഞ്ഞു. മരുമകൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലോകം എനിക്ക് വേണ്ട, ലോകത്തിനൊന്നും വേണ്ട. എങ്കിൽ പിന്നെ അവൾ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടപ്പോൾ നീ എന്തിനാ വഴക്കുണ്ടാക്കി? എന്നാ വീട്ടിലെ വഴക്കെന്നറിയോ? വാഷിംഗ് മെഷീനിൽ തുണിയിടുന്നത് എനിക്കാ, നീ വേണേ കല്ല് അലക്കിക്കോണം, കാരണം നീ ചെറുപ്പക്കാരിയാണ്. തന്നെയല്ല, നീ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നാ കൊണ്ടുവന്ന്, അതുകൊണ്ട് നീ കല്ലിൽ അലക്കിയാൽ മതി. പാട്ടെന്തുവാ? ലോകം എനിക്ക് വേണ്ട. ചുമ്മാ നല്ല താളമുള്ള പാട്ടാണെങ്കിൽ അർത്ഥം വേണ്ടല്ലോ, പാടിയപ്പോരെ. തന്നെത്താൻ ത്യജിച്ച് ഇതിലേക്കൊരുവൻ വരണമെങ്കിൽ ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്നെങ്കിൽ അങ്ങ് പ്രായമൊത്തിരി ആകണം. വേണ്ട, ഒന്നും വേണ്ട. അമ്മേ ഇച്ചിരി ചിക്കൻ തരട്ടെ? വേണ്ട. കരിമീൻ? വേണ്ട. കഞ്ഞിവെള്ളം? ഇച്ചിരി തന്നേര്. അതെപ്പോഴാ? 97-ാമത്തെ വയസ്സിൽ അല്ലേ? അപ്പോൾ ഒന്നും വേണ്ടാത്തൊരു സമയം. പിന്നെ ആരാ? മാരകമായ രോഗം. ഒന്നും വേണ്ട. ഒന്നിനോടും താല്പര്യമില്ലായ്മ വരിക. സ്തോത്രം. ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊന്നുണ്ട്. ഈ ലോകത്തിൽ ഈ കാണുന്ന എല്ലാറ്റിനേക്കാളും വലുതെന്തെങ്കിലും കിട്ടിയവര്. സ്തോത്രം. എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ വിലപ്പെട്ടത്, നമുക്ക് വളരെ ഹൃദയത്തിനകത്ത് ഇഷ്ടമുള്ള, വളരെ കൊതിയുള്ള
വിലയേറിയത് നമ്മുടെ ഈ വന്നു കഴിയുമ്പോൾ നമുക്കിതെല്ലാം നിസ്സാരമായിട്ട് തീരും. അതാണ് ഈ പറഞ്ഞു വരുന്ന വിഷയം. ദാവീദ് പറയുന്നു, 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വചനം എനിക്ക് പ്രിയമാണ്. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ ദൈവവചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു മനുഷ്യൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ അവന് മറ്റുള്ളതൊന്നും വലിയ കാര്യമല്ല. ഈ ത്യജിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മാക്സിമം ലളിതമാക്കാം. നമ്മളുടേതൊന്നും ദൈവത്തിന് വേണ്ട, നമ്മുടേതൊന്നും ദൈവത്തിന് വേണ്ട. പക്ഷെ നമുക്ക് അതിനോടുള്ള ബന്ധം എന്ന് മാത്രം ഉണ്ടെന്ന് ദൈവത്തിന് അറിയണം. ഉദാഹരണത്തിന്, ഇസഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാമിനോട് പറഞ്ഞു. അതിനേക്കാൾ വലിയ ത്യാഗം എന്തുവാ? അതിനേക്കാൾ വലിയൊരു ത്യാഗവും ഇല്ല ലോകത്തിൽ. നിങ്ങൾ വായിച്ചിട്ടില്ലേ അബ്രഹാമിന്റെ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന? വായിച്ചിട്ടുണ്ടോ? ഇസഹാക്കിനെ അപ്പൻ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പം മോന് എത്ര വയസ്സുണ്ട്? അബ്രഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പം മകൻ എത്ര വയസ്സുണ്ട്? 3 ഏതാണ്ടൊന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങളുടെയൊക്കെ പ്രായമുണ്ട് ഏകദേശം. അതിനവൻ മനസ്സ് വെച്ചു. പക്ഷെ അവനോട് പറഞ്ഞില്ല, അവൻ്റെ അമ്മയോടും പറഞ്ഞില്ലെന്നാ പറയുന്നത്. ബൈബിൾ ശ്രദ്ധിച്ചു വായിച്ച. ഇതിനേക്കാൾ വലിയൊരു ത്യാഗം ലോകത്തിലൊന്നുമില്ല, തന്നെത്താൻ ത്യജിക്കുക. അവൻ മോനെയും കൊണ്ട് ഇങ്ങനെ മലയിലോട്ട് പോവുക. ഇടയ്ക്ക് വെച്ച് മോൻ ചോദിച്ചു, പപ്പ, സാധാരണ യാഗത്തിന് പോകുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകാറുണ്ടല്ലോ, ഇന്ന് യാഗത്തിനുള്ള ആട്ടിൻകുട്ടി ഏതാ? അപ്പൻ പറയേണ്ട മറുപടി, ഇന്നത്തെ ആട്ടിൻകുട്ടി നീയാ. പക്ഷെ അത് പറയാൻ എങ്ങനെ പറ്റും? ചങ്ക് നീറുന്ന വേദനയോടുകൂടെ ആ മനുഷ്യൻ പറഞ്ഞു, മോനെ, ദൈവം കരുതും. അവിടെ ചെന്നു. ആ സത്യവും ഒടുവിലത്തെ നിമിഷത്തിൽ ആ കൊച്ചിനോട് തുറന്നു പറഞ്ഞു, മോനെ, കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ പച്ച? എടാ, നിന്നെയാ യാഗം കഴിക്കാൻ പറഞ്ഞു. ദൈവത്തെ അനുസരിക്കുന്ന അപ്പനെ അനുസരിക്കുന്ന മോൻ. എന്തൊരു മനോഹരമായ കാഴ്ചയാണിത്. ഇനി ഞാൻ പറയുന്നത് മുതിർന്നവർക്ക് മനസ്സിലാവും, പിള്ളേർക്ക് ഒരിച്ചിരി വൈകിയേ മനസ്സിലാവുള്ളൂ. എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, അബ്രഹാം അതിന് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. അബ്രഹാം വെളുപ്പിനെ മോനെ കൊണ്ട് യാഗം കഴിക്കാൻ പോയില്ല എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പിറ്റേ ആഴ്ചത്തെ സഭായോഗത്തിന് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ഭാഷ പറയുക, ആ മാസത്തെ കൺവെൻഷന് വല്ല കുഴപ്പമുണ്ടോ? യോഗം കഴിയുമ്പോൾ എല്ലാവരും അനുഗ്രഹമായിരുന്നു എന്ന് പറയും. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ടാവും. അബ്രഹാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മനസ്സിനകത്തൊരു നീറലുണ്ടാവും. ദൈവവുമായിട്ടുള്ള കണക്ഷൻ കട്ടായിപ്പോവും. അപ്പൊ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ലോകത്തിലെല്ലാറ്റിനേക്കാളും വലുത്. ലോകത്തിലെല്ലാറ്റിനേക്കാളും വലുത് കർത്താവുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിലേഷനാണ്. ദൈവം അവനോട് രഹസ്യത്തിലാണ് പറഞ്ഞത്. അവനതനുസരിച്ചില്ലെങ്കിൽ അവനും ദൈവവും മാത്രമേ അറിയത്തുള്ളൂ. സാറെ അറിയത്തില്ല, ഇസാക്ക് അറിയത്തില്ല. അവൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ആ മോന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, ദൈവം എന്നോട് പറഞ്ഞത് നിന്നെ യാഗം കഴിക്കാനാണ്. സ്തോത്രം. എൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞതൊന്നും ഭോഷ്കല്ല, വ്യാജമല്ല. അതുകൊണ്ട് ഇതും വ്യാജമല്ല. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാണ്.
എൻ്റെ അപ്പൻ്റെ ദൈവം ദൈവമാണ്, അവൻ ബോഷ്ക്ക് പറയത്തില്ല എന്ന് ഈ കുഞ്ഞിന് ബോധ്യമുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഓടിപ്പോവാം. ഒത്തിരി പ്രായമുണ്ട് ഈ മനുഷ്യന്, ഒത്തിരി പ്രായമുണ്ട്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആകാൻ പ്രായമുണ്ട്. ആ പുള്ളിയെ തള്ളിമറിച്ചിട്ട് ഈ ചെറുക്കൻ ഓടിപ്പോയാൽ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ഒരു സ്കിറ്റ് കണ്ട് വീഡിയോ അവതരിപ്പിച്ചു. ഇന്നത്തെ കാലത്താണെങ്കിൽ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന അവസ്ഥ. ആ മലയിലെത്തി ഇവൻ്റെ കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ മാറിയിട്ട് മൊബൈൽ എടുത്തിട്ട് ഇവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. കാരണവർ മഹാ ഉഴപ്പാണ്, നമ്മൾ വിചാരിച്ച പുള്ളിയല്ല, അതുകൊണ്ട് നിങ്ങളൊരു ടീമിനെ ഇങ്ങോട്ട് അയക്കണം, ഒരു കൊട്ടേഷൻ കൊടുക്കുക. പിന്നെ അവർ വരുന്നു, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു കാരണവരെ. ഈ കൂട്ടുകാരും ഇസാക്കൂടെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കും, മോനെ അപ്പച്ചൻ എന്നറിയാൻ മേല, അവിടെ വെച്ചൊരു ചെറുതായിട്ടൊരു ഗ്യാസ് പോലെ വരുന്ന കണ്ടു, പിന്നെ കണ്ടില്ലെന്ന് പറയും. കൊന്നുകളയും. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. സ്കിറ്റാണ്. ഈ കുഞ്ഞിൻ്റെ കൈയും കെട്ടി കാലും കെട്ടി യാഗപീഠത്തെ കിടത്തി. ദൈവത്തിന് എന്നിട്ടും തൃപ്തിയായില്ല. ഇത്ര ആയപ്പോഴെങ്കിലും ദൈവം മതി എന്ന് പറയണ്ടേ? അവൻ കത്തിയെടുത്തു. ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈസിയാ, കാരണം ഇങ്ങനെ കത്തി ഇങ്ങനെ വോങ്ങിയാൽ പോരെ, അന്നേരം പറഞ്ഞോളൂല്ലോ, ബാബു അല്ലെങ്കിൽ ജോളി, മേരി, മതി എന്ന് പറയുമെന്ന് നമുക്ക് ഭാവന കാണാം. പക്ഷെ അബ്രഹാം ശരിക്കും വെട്ടാനല്ലേ? പറയാൻ എളുപ്പമല്ലേ? പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പമാണ്. അനുഭൂതി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ ഈ കത്തി എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അബ്രാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. അർത്ഥം എന്നാണെന്നറിയാവോ? നിന്റെ കൊച്ചിനെ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല, നിന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട, പക്ഷെ നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് അറിഞ്ഞാൽ മതി. നീ കുഞ്ഞിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്ര എനിക്കൊന്നൊന്ന് അറിഞ്ഞാൽ മതി. എനിക്കറിയാൻ മാത്രമല്ല, അടുത്ത തലമുറയെ അറിയിക്കാനും കൂടെയാ. അബ്രഹാമിനെ അത്രയും ക്ലൈമാക്സ് വരെ കൊണ്ടുപോയത് എൻ്റെ വിശ്വാസം അബ്രഹാമിനെ ദൈവത്തിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നെ ദൈവത്തിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ, നമ്മളെ ദൈവത്തിന് ബോധ്യം ഇല്ലാഞ്ഞിട്ടാ, നമ്മളെ ഒന്ന് പഠിപ്പിക്കാനാ. ഇവനാ വിശ്വാസികളുടെ പിതാവ്. ഒന്നിനോടും മനസ്സ് ലോക്കാകാത്ത ഒരു ജീവിതം. വേദപുസ്തകത്തിൽ ഏറ്റവും കാഠിന്യമേറിയ വാക്യമാണ് നിങ്ങൾ തീമായിട്ടെടുത്തിരിക്കുന്നത്. ഇത് പ്രാക്ടിക്കലാകാൻ ലീഡേഴ്സിനെങ്കിലും കഴിയട്ടെ. ഇത് കണ്ടിട്ട് ചെറുപ്പക്കാർ അടുത്ത തലമുറയ്ക്ക് മാറ്റം വരട്ടെ. സ്തോത്രം. തന്നെത്താൻ ത്യജിച്ച് യേശു ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. തനിക്ക് വേണ്ടിയല്ല. തൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴും താൻ കൂളായിരുന്നു. തന്നെ അടിച്ചപ്പോൾ താൻ കൂളായിരുന്നു. തൻ്റെ പേരെ നുണ പറഞ്ഞപ്പോൾ ഇല്ലില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ യേശു ശ്രമിച്ചില്ല. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ല, ദൈവത്തിനാണ് സത്യം പറഞ്ഞില്ല. യേശുവിനെ പ്രകോപിതനാക്കാൻ നോക്കിയപ്പോൾ അവൻ പ്രകോപിതനായില്ല. യേശുവിനെ പരിഹസിച്ചപ്പോൾ അവൻ പരിഹാസ്യനായില്ല. യേശുവിനെ അപമാനിച്ചപ്പോൾ അവൻ അപമാനിതനായില്ല. അവനെ അപമാനിതനാക്കാൻ ആർക്കും കഴിയില്ല. ഇവനാണ് നമ്മുടെ മാതൃക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റോറി വീണ്ടും പറയട്ടെ. എൻ്റെ കസിൻ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴത്തെ കഥ പറഞ്ഞല്ലോ. എൻ്റെ കസിൻ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു,
നമ്മളാണുങ്ങൾ, വിശേഷാൽ നമ്മൾ ഈ നാട്ടുകാർക്കൊരു അസുഖമുണ്ട്. നമ്മുടെ സ്പീഡിൽ നമ്മുടെ ഭാര്യ നടക്കണം നമുക്ക് നിർബന്ധമാണ്. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, നീ ലോകം പല രാജ്യങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യ വിട്ടാൽ ലേഡീസ് ഫസ്റ്റ് എന്നാണ്. ഒരു വണ്ടിയെ കയറുമ്പോൾ ആദ്യം സ്ത്രീ കയറണം. അപ്പം എന്താ എൻ്റെ പ്രശ്നം? ഞാൻ നടക്കുന്ന സ്പീഡിൽ എൻ്റെ ഭാര്യ നടന്നോണം. പുള്ളിക്കാരത്തി പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? മറ്റൊരാൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ സ്പീഡ് കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് കഷ്ടപ്പാടില്ലാതെ എൻ്റെ ഒപ്പം വരാൻ തുടങ്ങി. പിന്നെ നടപ്പിൻ്റെ കാലം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആ പ്രശ്നമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും എനിക്ക് അബദ്ധം പറ്റി. ചിക്കാഗോ വിമാനത്താവളത്തിൽ നമ്മൾ ചെന്ന് ഇറങ്ങുന്നിടത്തുന്ന ഒത്തിരി ദൂരെ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ. അതിനൊരു ട്രെയിൻ വരും. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ വലിപ്പം കാണും. അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇത്രയും കാണും. അത് തുറന്നു. ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നയാളും ഞാനും കൂടെ അതിലിട്ടം കയറി. ട്രെയിനും കടഞ്ഞു. പുള്ളിക്കാരത്തി പുറത്ത്. ഞാൻ ചെയ്തത് തെറ്റാ. ആദ്യം പുള്ളിക്കാരത്തിയെ കയറ്റി വിടേണ്ടതായിരുന്നു. അപ്പൊ എന്നെ ഫോളോ ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റുകയില്ല. എന്നാൽ യേശു താഴോട്ട് വന്നു നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ദൈവപുത്രനെ ഫോളോ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. യേശു ഏറ്റവും ദരിദ്രനായി, ഏറ്റവും സൗമ്യനായി താഴേക്ക് വന്നു. മത്തായി 11:28 എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. നിങ്ങൾ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വേണ്ടത് ത്യജിക്കുക എന്നുള്ളതല്ല, കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ത്യജിക്കാൻ പറ്റും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ത്യജിക്കണം എന്നിവിടെ നിന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ അതിൻ്റെ മറുവശം പറയുക. യേശുവിനെ സ്നേഹിക്കാൻ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായാൽ അത് വർദ്ധിച്ചു വരും. അത് വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയാതെയാകും. ഒന്നിനോടും നിങ്ങൾക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത ഒത്തിരി യോഗ്യതകളുണ്ടെങ്കിലും കൊരിന്ത്യലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. അതെഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ മതി. കർത്താവ് വരുന്നു. ആർക്ക് വേണ്ടി? തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്നേഹിക്കുന്നവന് വേണ്ടി കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മറ്റൊന്നിനെയും പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവർക്ക് എന്തും വിട്ടുകളയാൻ പറ്റും, എന്തും സഹിക്കാൻ പറ്റും. ത്യജിക്കാനും സഹിക്കാനും കഴിയണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം. ലോകത്തിലുള്ള കഥകളെല്ലാം, നോവലുകളെല്ലാം ഒരു പ്രേമ കഥയോട് ചേർത്താ വരുന്നത്. ഒരു പുരുഷനെ ഒരു പെണ്ണ് സ്നേഹിച്ചാൽ, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ സ്നേഹിച്ചാൽ, അതിനുവേണ്ടി അവൻ
എന്തും കൊടുക്കും, എന്തും കൊടുക്കും. വലിയ യുദ്ധങ്ങളും ഭയങ്കര സ്റ്റണ്ടും ഇടിയൊക്കെ ഈ സ്നേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ലോകത്തിലെ കഥകളുടെ എല്ലാം പുറകിൽ ഒരു പ്രേമം കാണും. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റെല്ലാം ചെറുതായി ചെറുതായി തോന്നും. വർഷങ്ങൾ കഴിയും തോറും മുമ്പേ പറഞ്ഞ പാട്ടൊക്കെ ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റും. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ.